ലളിതം സുന്ദരം അത്രേ ഉള്ളൂ. അടുത്ത മാസം എൻ്റെ കല്യാണമാണ് കൂട്ടുകാരെ. ഇനി ഒരു മാസമേ ഉള്ളൂ. മെയ് 24 ഇന്ന്. അടുത്ത മാസം ജൂൺ 24 ഗുരുവായൂർ നടയിൽ വെച്ചിട്ടാണ്. ഈ എന്താണ് പ്ലാൻ വെച്ചാൽ ഈ ഒരു മാസത്തിലുള്ള സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കാനാണ് പ്ലാന്. വീടൊക്കെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വീട്ടു സാധനങ്ങൾ, ഇപ്പം ഡ്രസ്സ്, അത് മറ്റേ മറിച്ചത്. എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഈ ഡ്രസ്സൊക്കെ പിടിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഡ്രസ്സ് എടുത്താലേ പറ്റൂ. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുകയാണ്. ഒരു പാത്ത്ലെസ് ജേണിയാണ് വേണമെങ്കിൽ പറയാം. ഇനി എന്താവും, എന്ത് സംഭവിക്കും, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, സംഭവ ബഹുലമായ ദിവസങ്ങളിലാണ് ഇനി. ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ ആണെന്ന് നമുക്ക് തോന്നുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എന്തൊക്കെ വിളിച്ച് പറയുന്നില്ലേ. ഓക്കെ, അത് എനിക്ക് മനസ്സിലായി. ഇത് എടുക്കാന്നാ ചെറിയ സൈസ് വേണോ? ലെങ്ത് ഓക്കെ ആണോ? താഴെ നിൽക്കണല്ലോ. ഇതാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ അല്ല, ഇതിന്റെ അപ്പുറത്ത് വരുമ്പോലെ ഇച്ചിരി പിടിക്കൂലേ? എന്താ പറയുക, ഈ സംഭവം കൊള്ളാം. ആ ഗോൾഡ് ടിഷ്യൂ സാരിക്ക് മാച്ച്. സാരി കറക്റ്റ് ഇതായിരിക്കും. ആ ഒരു ഷൈനിങ്. മാറ്റിക്കോ. നമ്മളിപ്പോ കെ കെ ചേട്ടന്റെ കല്യാണത്തിന്, കെ കെ ചേട്ടന്റെയും ഗായത്രി ചേച്ചിയുടെയും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ സ്റ്റൈലിസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഹസ്ബൻഡ് സ്റ്റൈലിസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ലുലു സെലിബ്രിറ്റി നോക്കി, ഒന്നും കിട്ടിയില്ല. അല്ല, രണ്ടെണ്ണം ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ മാന്യവരിൽ പോകുന്നു ഗൈസ്. ഒരു പ്രത്യേക രീതിയിൽ വിഷ്ണു ചേട്ടൻ നടന്നു. ഹായ്, കൊള്ളാമല്ലേ? വീണ്ടും മാന്യവരിലോട്ട് വരുവാണ്. നമ്മള് നേരത്തെ വന്നു മാന്യവരിൽ. അയ്യോ, അവരെ വീഡിയോ കോൾ വിളിക്കായിരുന്നല്ലേ? ബനിയൻ ഗായത്രിയുടെ ഫോട്ടോ നമുക്ക് ഓർഡർ ചെയ്യാം. ഇതാ ഇവിടെ ചെയ്തില്ല. ഇവിടെ ചെയ്തു തരുന്നു. ഇവിടെ ഓൾട്രേഷൻ ചെയ്യും. എന്താ വേണം നോക്കുന്നുണ്ടോ? ഇവിടെ പോണ കൂട്ടുകാരെ, കൊള്ളാം. കറക്റ്റ് വന്നല്ലേ നമ്മള്? കറക്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് വീണ്ടും ഫസ്റ്റ് വന്ന്, വീണ്ടും 0 പോയി വീണ്ടും 2 വന്നു. പക്ഷെ നമ്മൾ 1 പോയത്.
അതൊന്ന് മുകളിലുണ്ട് വെച്ചേക്കുന്നത് ഇവര്. ആ ഏതാണ് പറയും നോക്കണം. കൺഫ്യൂസ്. ഇത് കൊള്ളാം. ഇത് ഓക്കെ നോക്കിയോ ക്ലാസ് സോറി. ഇത് മതിയോ? ഇത് മതി. ഓ 9.9 ആണ് സാധനം. 14 0 ഓ ശരി ശരി. ഓ എങ്ങനെ ഓക്കെയാണോ? ഇടുവോ ഇല്ലേ നീ? ഓക്കെ അപ്പൊ ഡൺ. ഇനി അടുത്ത വേറെ 3-4 ബക്കറ്റ് ലിസ്റ്റ് കൂടെ ഉണ്ട്. ബക്കറ്റ് മേടിക്കണം ഫസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ എല്ലാം എക്സ്പീരിയൻസ്? പെട്ടെന്ന് എടുത്തു. സാധാരണ കുറെ സമയം എടുക്കും ഒരു സാധനം എടുക്കണമെങ്കിൽ. ഇതിന്റെ ചെയിൻ അത് നീ നിന്നെ കേക്കയുടെ കൂടെ വന്നത്. വാ വാ വാ. എന്നാലും ഞാൻ എടുത്തു, സെലക്ട് ചെയ്തു ഞാൻ. ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ബക്കറ്റ് ലിസ്റ്റിലോട്ട് പോകണം. ഒരു മാസം പോലും ഇല്ല. ഇന്ന് എത്രയാണ്? 27. അടുത്ത മാസം ജൂൺ 24 വെഡിങ്. എന്താണ് ഇപ്പോൾ പറയാൻ വല്ലത്? പറയാം. അയ്യോ അടുത്ത മാസം ഈ സമയം 24-ാം തീയതി കല്യാണം. എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. വയറിളക്കം ഇല്ല. എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യാൻ പോണു കൂട്ടുകാരെ? വീട് മാറാൻ വേണ്ടി വീട്ടു സാധനങ്ങൾ അടുക്കി വെക്കാൻ വേണ്ടി കാർഡ്ബോർഡ് മേടിക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ. കാർഡ്ബോർഡ് ബോക്സ്. ഇനി ഇതിനകത്ത് സലോ ടേപ്പ് പൊട്ടിക്കണം. എന്നിട്ട് സാധനങ്ങളെല്ലാം പറക്കി വെക്കണം. ഇവ വായിലോട്ട് അനുസരിച്ച് ടേപ്പ് മട്ടും മുടിയാത്. ரொம்ப കഷ്ടം. ആമാ ரொம்ப കഷ്ടം. 16 പറ്റിയോ? ഓ വണ്ടി തോരി കേട്ടോ. കേക്കടായി. ഇത് 20 കിലോയാണ് തൂക്കമാണ്. എല്ലാം ആയില്ലോട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം തിന്നിരിക്കും കൂട്ടുകാരെ, തിന്നിരിക്കും. അപ്പോൾ വീട്ടിൽ പോയി അൺലോഡൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി ഒരു മാസം പോലും ഇല്ല കല്യാണത്തിന്. അപ്പോൾ ഞാൻ ഇച്ചിരി മുടി വെട്ടാമെന്ന് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ കല്യാണം അടുത്ത് മുടി വെട്ടുവാണെങ്കിൽ നല്ല മുട്ടമുണ്ട് ആയിരിക്കും. അപ്പോൾ ഇപ്പോഴേ വെട്ടുവാണെങ്കിൽ ഒരു 20-23 ഡേയ്സിൽ കുറച്ചെങ്കിലും വരൂലേ. അപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. ഇത് മാർച്ചിൽ വെട്ടിയത് മുടി. ഏപ്രിൽ മെയ് ജൂൺ ആകുമ്പോൾ 3 മാസം ആകുമ്പോൾ. സോ ഇപ്പം വെട്ടാൻ പോകണം. അതാണ് പ്ലാൻ. വെട്ടിട്ട് കാണാം എങ്ങനെ ഉണ്ട് കൂട്ടുകാരെ മുടി. ഒരു മാസം മുമ്പേ വെട്ടിയാലേ നെക്സ്റ്റ് എന്തെങ്കിലും ഓക്കെ ആവും. ഇല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ വെട്ടിയാൽ ഞാനും കാർഡ് ഫുൾ വെട്ടി തേച്ചാൽ പിന്നെ പണി പാളും. കോൺട്രയാണ്. അപ്പം ഒരു മാസം വരെ നോക്കാം. എന്തായാലും എല്ലാം ഓക്കെ ആവും. ഞാൻ ഇതുവരെ അങ്ങ് എടുത്ത് എന്തായാലും എടുക്കുകയാണ്. ചുമ്മാ അങ്ങ് ഫുൾ അങ്ങ് എടുത്ത്. എന്തായാലും ഒരു മാസത്തിൽ വരും. ആ ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ആൻഡ് വൺ ഓഫ് ദ ഹാപ്പി പ്ലേസ് ആണ് ഇത്. 4 മണിക്ക് എത്തുന്നതാണ് വൈബ് കേട്ടോ. 4 മണിക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു പ്രശ്നമില്ല. ഇവിടെ ട്രാഫിക് ജാമോ ഒന്നുമില്ല. സമ്മാനത്തിന് അങ്ങറ്റാണ്. സമ്മാനം മുണ്ടൊക്കെ കൊടുക്കാൻ പോവാണ്. അമ്പലത്തിനകത്ത് ഈ സമയം കയറാനാണ് നല്ലത്. നമുക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റും. പിന്നെ അഭിഷേകമൊക്കെ കാണാം. അടിപൊളിയാണ്. എവിടെ വരെ എത്തി താങ്കളുടെ കല്യാണം? പറയും. താങ്കളുടെ കല്യാണം നമ്മുടെ കല്യാണമല്ലേ? യുവർ കല്യാണം ആൻഡ് മൈ കല്യാണം. ബാക്കിയുള്ളവർക്ക് വെയിറ്റിംഗ് ആണ്. അപ്പം ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ വീഡിയോ. നമുക്ക് കുളം കാണിക്കാം. കുളം കാണിക്കാം. കുളമായി ഇരിക്കുകയാണ് ഇവിടെ. ഒരു മാസം കൂടെ ഇല്ല കേട്ടോ. നമ്മൾ ചില്ലല്ല. 25-26 ദിവസം അല്ലേ? 25 ദിവസം 24 ഇത് 23-22 ദിവസം. 22 ദിവസം 24 24-ാം തീയതി അല്ലേ? 23 ദിവസം നമ്മൾ എത്തൂല്ലേ? 22 ദിവസം ഉണ്ട് കേട്ടോ. 22 ദിവസം. എന്തിരാവോ എന്തോ കണ്ടരി. ആരെന്ന് പറയാനില്ല. ആരെങ്കിലും പൊളിച്ചാ മതി. മുണ്ടെടുക്കും കൂട്ടുകാരെ. മുണ്ടെടുക്കും.
കൊടുക്കണം. അവർ പോന്തവയാണ് അവർക്ക് വേണ്ടി വേട്ടി. ഇതാണ് ഈ സ്പോട്ടിൽ ഒരു ട്രാഫിക് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് വേണം വരാൻ. 4 മണി. അതാണ് വൈബ്. സത്യം പറയാമല്ലോ, അടിപൊളി വൈബാണ് കേട്ടോ. വെള്ളം കലങ്ങിയിരിക്കുകയാണ്. ഓ മാൻ, വെള്ളം ഹൈറ്റൊക്കെ പൊങ്ങിയല്ലേ, ആടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലഷ് മുടി അയച്ചിടല്ലോ. എത്തിയിരിക്കുന്നു അങ്ങനെ. നോ ലൈറ്റ്. അപ്പം നമ്മൾ പോയിട്ട് വരാം. രണ്ടപ്പോ അവിടെ നിന്നാ. ഓ മൈ ഗോഡ്. രാവിലെ 5:45 കേട്ടോ ഈ ഹോട്ടൽ. കൊള്ളാം. ഈ കളറ് ഈ കളർ കണ്ട ഈ കളറാണ് അത്. ലൈറ്റ് ഷെയ്ഡ് മുണ്ടില് കാണുമ്പോഴേ ആ കളർ വല്ലാണ്ടിരിക്കണം. ലൈറ്റ് ഷെയ്ഡ്. മറ്റേത് ഈ കസവ് കണ്ട് മറ്റേത് കാണുമ്പോ ഒരു എന്ത് വിധി. കണ്ടാ എന്ത് മാച്ച്. കണ്ണടിച്ച് പോയാ കൂട്ടുകാരെ. എനിക്ക് ഈ കളർ പറ്റുന്നത് അതാണ് സംശയം. ഏത് കളർ പറ്റുന്നില്ല? ഈ കളർ കണ്ട, ഈ മഞ്ഞയും കണ്ട. നമ്മളിവിടെ സ്വർണ്ണം വാങ്ങിക്കുമ്പോഴും മഞ്ഞ വ്യത്യാസം കാണും. ഓ പിന്നെ ഇതുമാണ് മാച്ച്, ഇതുമാണ് മാച്ച്. എന്താണ് കൂട്ടുകാർ? ജസ്റ്റ് ഒന്ന് ചേച്ചി വീഡിയോ കോൾ വിളിച്ചേ. എന്തിനി? ഓ കവറിലാക്കി. ഇത്ര മതി കൊടുക്കാൻ. റബ്ബി സ്റ്റോക്സ് ഒന്നുകൂടെ വെച്ചേ അങ്ങോട്ട്. ഇതിവിടെ വെച്ച് നോക്കണോ? ഇറുമിട്ടിൽ തീർന്നു, ടാർഗറ്റ് തീർന്നു, മിഷൻ കംപ്ലീറ്റ്. അങ്ങനെ ജൂൺ മാസം എത്തിയിരിക്കുന്നു കൂട്ടുകാരെ. ജൂൺ മാസം വെഡ്ഡിങ് മാസം. അതുമാത്രമല്ലാതെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ മാസമുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകണം എന്ന് തോന്നുന്നു. അമ്മാതിരി വെള്ളമാണ് ന്യൂസിലൊക്കെ കണ്ട്. അന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. വെഡ്ഡിങ് ആയതുകൊണ്ട് വെയിറ്റൊക്കെ കുറയ്ക്കാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം ഒരു ചായയെങ്കിലും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെയിറ്റ് കുറയുന്ന പ്രതീക്ഷയിലാണ്. നോക്കാം. ഇപ്പം 2 days ആയി നോ ഷുഗർ നോ ടീ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു 22 ദിവസം കൂടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമെന്ന് കണ്ടറിയാം. ഇന്നിപ്പോൾ തന്നെ ജസ്റ്റ് നമുക്ക് ആ പുതിയ വാടക വീട്ടിലോട്ട് ജസ്റ്റ് കയറി ഐറ്റങ്ങളൊക്കെ വെക്കാന്നാണ് പ്ലാൻ. എന്ന് വെച്ചാൽ ഈ ജൂൺ 15 അകത്ത് നല്ല ദിവസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് ജസ്റ്റ് വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഫോർമലായിട്ട് ജസ്റ്റ് എന്താണ് ഡ്രസ്സ് കൊണ്ട് വയ്ക്കുക, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, വരിക. അത്രേ ഉള്ളൂ. ലളിതം സുന്ദരം അത്രേ ഉള്ളൂ. 10:30 പ്ലാൻ. ഇപ്പം 10:30 ആയിക്കൊണ്ടിരിക്കും. 10:32. ഓ മൈ ഗോഡ് ലേറ്റ്. അവൻ പോകുവാണ്. ജസ്റ്റ് സിമ്പിൾ ചടങ്ങായിരിക്കും. ഓ അച്ഛാ തുളസി എടുക്ക. ഹലോ അവരെത്തൂലേ? അവര് സമയമായില്ല. 11 കുഴപ്പമില്ല. നല്ല കൂട്ടായിരുന്നു. നമ്മുടെ അവിടത്തേക്ക് അങ്ങനെയാണ്. എല്ലായിടത്തും മഴ പെയ്യുമ്പോൾ വെരി ഗുഡ്. എങ്ങനെയുണ്ട്? അകത്തോട്ടാ 3 കാർ ഇടാന്ന് പറഞ്ഞത് ഓണർ. വേറെ ഒരു കാര്യം
ഉണ്ട് അത് വീണ്ടും എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തത് എല്ലാം എടുത്ത് വെച്ചു. മണ്ണ് ഇല്ലല്ല ഇതിലില്ല. ഇച്ചിരി വാടി പോയി. പറയാം ഒന്ന് പറയാം. ഓ ഇതിന്റെ ഇടയ്ക്ക് നീ തിരിച്ചിങ്ങനെ കൂടെ ആക്കിയാൽ മതി. അപ്പൊ നിന്നെ കിട്ടും. ആദ്യം നിങ്ങൾ തുളസി മഞ്ഞൾ കൊണ്ട് കയറുക, എന്നിട്ട് പിന്നെ ബാഗ് ഇടുക. व्यासाय विष्णुरूपाय व्याघरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण കട്ടൻ വാങ്ങിക്കണം. ആ സൈഡ് വെക്കാം. അത് നന്നായി, വാഷിംഗ് മെഷീൻ്റെ അകത്തായത്. ഇതൊരു റൂമല്ലേ? എന്ത് പറ, എന്തെങ്കിലും പറ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ വീട്? റെഡി റെഡി കർണാടക എനിക്ക് പിക്ക് പോങ്ങി. ആണോ? എവിടെ? ഓ ഓ ഓ ഓ ഓ അല്ലെങ്കിൽ എലി ഇത് ബുക്ക് വെക്കണേ. അവര് ബുക്കാണ് വെച്ചിരുന്നേന്ന് തോന്നി 2 ഷെൽഫില്. ഇതാണ് റംബുട്ടാൻ. റംബുട്ടാൻ അതാണ്. ആണോ? ബലമുണ്ട് നമ്മൾ
അമ്മ കേക്കിന്റെ വീഡിയോ. എല്ലാരും എവിടേക്ക് ഇരിക്കണം? കുറച്ചുകൂടി ഇവിടെ നൽകുന്നു. എന്നെ എടുക്കാനല്ല, ഡാഡീനെ എടുക്കാനോ. ആ ഡ്രസ്സും കൊണ്ട് വെച്ചില്ല, ഡ്രസ്സും കൊണ്ട് ബഡാ ടീംസ്. വലിയ മൺമട്ടി. ഇവിടെ ഇവിടെയാ? ഓ ഈ ബാക്കിലോട്ടാ കോർണറില്. ഓ പ്ലാൻസ് ഓക്കെ. മഞ്ഞളും കൂടെ മണ്ണര മണ്ണര. വേണ്ടേ? വേണോ? കുടിയോ? ഓ ഓക്കെ അല്ലേ? വെള്ളം വയ്ക്കാം. വെള്ളം തന്നെയാണോ അതോ കപ്പൻ ടൈം വല്ലതും ആണോ? വെള്ളം തന്നെ. പിന്നെ മിനറൽ വാട്ടറിൽ ജ്യൂസ് ഒഴിച്ചിരിക്കും. ജ്യൂസ് അല്ല, മറ്റേ എന്തോന്ന് അത് ചെറിയ. ആ ഇത് വലുതല്ലേ, നമ്മള് നല്ല മറ്റേ ഏതാ ചെറുതിന് ആ മഴ പെയ്ത നല്ല മഴ പെയ്താന്നല്ലേ, അല്ലെങ്കിൽ ഇലയെല്ലാം ബ്ലോക്ക് ചെയ്ത് പിടിക്കണോ? ഇതാ എവിടെയാണ് കുഴി എന്റെയാണ് അതുവരെ കുഴിക്കുക, എവിടെയാണ് കുഴി എന്റെയാണ് അതുവരെ കുഴിക്കുന്നത്. പിടിക്കണോ? അല്ല, ഞാൻ മൺവെട്ടിയുടെ സൈസും തുളസിത്തറയുടെ സൈസും നോക്കി. ഒരു സെറ്റ് കഴിഞ്ഞ് ഞാൻ ഇനി വന്നു, പാർക്കിൽ വന്ന് സാരി ചേഞ്ചിന് അവിടെ പോയി. ഓ മണ്ഡപത്തിൽ പോയാ? അത് ആ സെറ്റ് തീർത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെറ്റ് അവിടെ പോയി സാരി ചേഞ്ചാണ് ഞാൻ പോയി. പൊടി ഡ്രസ് ജസ്റ്റ് ഇവിടെ ബാഗ് വെച്ചാൽ പോരെ? ഓ ഓ വെച്ചിട്ട് മോളോട് വെച്ചിട്ട് വരാം. മോളല്ലേ ഇവിടെ ഇല്ലല്ലോ താക്കോല്? വെച്ചിട്ടൊന്ന് കൂട്ടുകാരെ വെച്ചിട്ടുണ്ട് പൂട്ടും, നല്ല വൃത്തിക്ക് പൂട്ടും. അയ്യോ അയ്യോ യെസ്, അത് പറ്റൂല.
യോ